ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ കോഴിക്കോട് വൈറൽ കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനായി ഞാനിവിടെ കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇതിന്നൊരു 4 കൂന്തലാണ് കേട്ടോ ഞാനിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. അങ്ങനെ കൂന്തലൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൈയും കാലൊക്കെ നമുക്കിതാ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ്സ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ 2 സവാള, അതുപോലെ ഒരു പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിതാ ഇവിടെ അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി സവാള വഴറ്റിയെടുക്കാം. അങ്ങനെ സവാള നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച ഇഞ്ചി ചതച്ചതും അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, അതുപോലെ 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിവിടെ നേരത്തെ മാറ്റി വെച്ച കൂന്തലിൻ്റെ കയ്യും കാലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചെയ്താലേ കൂന്തലിൻ്റെ സ്റ്റഫിങ്സിൻ്റെ ഉള്ളിൽ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇതിട്ടപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതാ ഒരു 5 മിനിറ്റ്സ് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതാ 5 മിനിറ്റ്സ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്താൽ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി തേങ്ങ ചേർക്കുന്നില്ലെങ്കിൽ ചേർക്കണ്ട. ലാസ്റ്റായിട്ട് ഞാൻ മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോയെന്ന്. ആവശ്യത്തിന് ഉപ്പൊക്കെ മതിയോ നോക്കണം. ഞാൻ കുറച്ചൊരു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലീനാക്കി വെച്ച് കൂന്തലിലേക്ക് നിറച്ചെടുക്കാം. ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. കുറച്ച് വലിയ കൂന്തലാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ സ്പൂൺ വെച്ച് നമുക്ക് ഉള്ളിലോട്ടേക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇത് സ്റ്റീം ചെയ്തെടുക്കുമ്പം തന്നെ ബോൾ പോലെ പൊങ്ങി വരുന്നതായിരിക്കും. അതുകൊണ്ട് നറുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗമൊക്കെ നിറച്ചാൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ തലയും കൂടി വെച്ച് കൊടുത്തിട്ട് ടൂത്ത് പിക്കോട് ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിയുള്ള എല്ലാ കൂന്തലും ഇതുപോലെ ചെയ്തെടുക്കലാണ്. ഇനി നമുക്കിത് ഇതൊരു 10 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കാം. നന്നായി സ്റ്റീം ചെയ്യേണ്ട, അപ്പോൾ റബ്ബറിഷ് ആയി പോകുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു 10 മിനിറ്റ്സൊക്കെ മതിയാകും കേട്ടോ. അങ്ങനെ ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട ഇത് പൊങ്ങി വന്നിട്ടുണ്ട് സ്റ്റീം ചെയ്തതിന് ശേഷം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കാം. അതിനായി ഞാൻ ഇവിടെ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് എടുക്കലാണ്.
ഇനി ഇതാ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്കിതാ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇതിനെ മൂപ്പിച്ചെടുക്കാം. എന്നാലേ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്കിതാ ഇവിടെ സ്റ്റീം ചെയ്ത് വെച്ച കൂന്തളും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഈ മസാലയിന് നമുക്ക് കൂന്തലിലേക്ക് നന്നായി കോട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അടച്ച് വെച്ച് ഫ്രൈ ചെയ്യുന്നു കേട്ടോ, ഇത് പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. ഇതങ്ങനെ ഞാൻ ഇതാ അടച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. ഇത് ചോറിനും അതുപോലെ 4 മണി പലഹാരമായിട്ടും വെറുതെ കഴിക്കാനൊക്കെ ഒരു അടിപൊളി റെസിപ്പിയാണ്. വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.